പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കൊറോണയുടെ അതീവ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഇന്നലെ ഒരു ദിവസം 2 ലക്ഷം ആളുകളുടെ മുകളിലേക്കാണ് കൊറോണ രോഗികൾ ഉണ്ടായത്. ഇത് കൊറോണ വ്യാപനം ആരംഭിച്ചതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും അധികം രോഗികൾ ഒരു ദിവസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊറോണ വ്യാപനം ഏത് രീതിയിലേക്കാണ് രണ്ടാം ഘട്ടം പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു കൊറോണ വ്യാപനം നടക്കുന്ന സമയത്ത് കുട്ടികൾ, വൃദ്ധർ, അതല്ലെങ്കിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടറെ കാണിക്കാൻ പേടിയായിരിക്കാം, ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആൾക്കൂട്ടത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടിയിട്ട് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഡോക്ടറെ കാണുവാനും ഡോക്ടർ അപ്പോൾ തന്നെ മരുന്ന് കുറിച്ച് നൽകുകയും ഇത് നിങ്ങൾക്ക് ആശുപത്രിയിൽ എത്തിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിലൂടെ ഈ മരുന്ന് വാങ്ങി കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇത് അധിക പേർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ ഇന്ന് ഡോക്ടറെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തിയിട്ടാണ്. എങ്ങനെയാണ് ഡോക്ടറെ കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൽ നിന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഈ സഞ്ജീവനി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഇങ്ങനെ ഒരു ആപ്പാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്താൽ 5 കാര്യങ്ങളാണ് ഇതിലൂടെ ഒരു ഡോക്ടറെ കാണുന്നതിന് മുമ്പായി നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം വെരിഫൈ യുവർ മൊബൈൽ നമ്പറാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. എന്നിട്ട് ഈ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത് നിങ്ങൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ടോക്കൺ നമ്പറും മൊബൈൽ നമ്പറും വെച്ച് ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ഡോക്ടറെ കാണുകയോ അതല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യാം. അതിനുശേഷം ഒരു പ്രിസ്ക്രിപ്ഷൻ അവർ എഴുതി നൽകും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു 5 പ്രവർത്തനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം പൂർണ്ണമാകും. അപ്പോൾ ആദ്യം ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് നോക്കാം. സ്ക്രീനിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇതുപോലെയുള്ള ഒരു സ്ക്രീനിൽ നിന്ന് നിങ്ങൾ ഈ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. അതായത് പേഷ്യൻ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സംസ്ഥാനം, അതായത് നമ്മൾ കേരള എന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ജനറൽ OP ഉണ്ട്, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ OP ഉണ്ട്. സ്പെഷ്യാലിറ്റി OPയിൽ ഹൃദയ സംബന്ധമായ കുട്ടികളുടെ, അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളുടെ, അങ്ങനെ തുടങ്ങി നിരവധി വിഭാഗക്കാരായ ഡോക്ടർമാരുടെ സേവനം നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി OPയിൽ നിന്ന് ലഭ്യമാകും. ചില സമയങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഇല്ല എങ്കിൽ എപ്പോഴാണ് അവരെ ലഭ്യമാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു ജനറൽ OPയിൽ ഒരു സാധാരണ രോഗമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ജനറൽ OP നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ബാറിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഈ സഞ്ജീവനി OP എന്ന് പറയുന്ന OPയിലെ ഡോക്ടറെ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്പെഷ്യാലിറ്റി OP ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ മലബാർ ആശുപത്രി, അതോടൊപ്പം തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, അങ്ങനെ തുടങ്ങി നിരവധി ആശുപത്രികൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒരു ഇഷ്ടമുള്ള ഒരു OP സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്ന് കാണുന്ന ഈ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം. ഇതിൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP നിങ്ങൾ ഇതിലേക്ക് സേവ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഓട്ടോ സേവ് ഒക്കെ ഉണ്ട് എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായി ഇതിലേക്ക് സേവ് ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾ വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ടോക്കൺ എടുക്കുകയാണ് വേണ്ടത്. ടോക്കൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഒരു വിൻഡോയിൽ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനി മിഡിൽ നെയിം നിർബന്ധമില്ല, പക്ഷേ ലാസ്റ്റ് നെയിം നിങ്ങളുടെ ഇനീഷ്യൽ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജെൻഡർ, ഏജ്, ഇത്രയും കാര്യം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ടോക്കൺ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടും.
എനിക്ക് ലഭിച്ചിരിക്കുന്ന ടോക്കൺ നമ്പർ KL376 എന്ന് പറയുന്ന ടോക്കണാണ്. ഈ ടോക്കൺ നമ്പർ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വിൻഡോയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ ടോക്കൺ നമ്പർ ഈ രണ്ട് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ് എങ്കിൽ കുറച്ച് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമേജ് എന്നീ കാര്യങ്ങളിലേക്കുള്ള ഒരു പെർമിഷൻ വേണം. അത് നിങ്ങൾ പെർമിഷൻ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഓൺലി ഫോർ ദിസ് പർപ്പസ് എന്നുള്ള ഈ സെൻറ്ററിലെ ബട്ടൺ മാത്രം പ്രസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പർപ്പസിന് മാത്രം പെർമിഷൻ കൊടുക്കാം. അങ്ങനെ പെർമിഷൻ കൊടുത്താൽ പിന്നീട് നിങ്ങൾ ഡോക്ടറെ കാണുക എന്ന് പറയുന്ന പ്രക്രിയയാണ്. എത്ര പേരാണ് ക്യൂവിലുള്ളത്, നിങ്ങൾ വെയിറ്റിങ്ങിലാണോ എന്നീ കാര്യമൊക്കെ ഈ സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെ കാണുന്ന നിങ്ങൾ സംസാരിക്കുന്ന ഡോക്ടറുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ കാര്യമൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് പെട്ടെന്നൊരു കോൾ നമുക്ക് വരുന്നത്. ഇവിടെ ഈ കോൾ അറ്റൻഡ് ചെയ്താൽ പിന്നീട് കൗണ്ട് ഡൗൺ ആണ്, അതായത് ഓരോ സമയം നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഫോൺ വീഡിയോ കോൺഫറൻസിലേക്ക് മാറുന്നു, ഡോക്ടർ നമ്മുടെ മുന്നിൽ കാണുന്നു, ഡോക്ടറോട് നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ സംസാരിക്കാം. ഡോക്ടറുമായി സംസാരിക്കുന്ന വേളയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ഫോൺ പൂർണ്ണമായി നെറ്റ് ലഭ്യമാകുന്ന ഒരിടത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ വൃത്തിയിൽ കുട്ടികളെ നേരിട്ട് ഡോക്ടർക്ക് കാണിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇരുത്തുവാനും കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി ഡോക്ടറെയാണ് കാണിക്കുന്നത് എന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ശബ്ദങ്ങളോ അതല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരിടം തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് മരുന്ന് കുറിച്ച് നൽകുക എന്ന് പറയുന്ന പ്രക്രിയയാണ് മറ്റൊന്ന്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഡോക്ടർ മരുന്ന് കുറിച്ച് നൽകിയാൽ നിങ്ങൾക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ലഭ്യമായാൽ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കൽ നടപടികൾ പൂർത്തിയായി. പിന്നീട് ഈ ആപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ വീണ്ടും കിട്ടണമെങ്കിൽ പേഷ്യൻ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് മുമ്പ് നൽകിയ ഈ പ്രിസ്ക്രിപ്ഷൻ ഇതിൽ നിന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. കൊറോണ സമയത്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ താല്പര്യപ്പെടുന്നത് അതത് സമയത്ത് കൃത്യമായി ആപ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ആപ്പിനെ കുറിച്ച് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. രണ്ടാമതായി ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആളുകൾ ഏറെ ആശ്ചര്യത്തോടു കൂടിയിട്ടും കൗതുകത്തോടു കൂടിയിട്ടും നോക്കുന്ന ഒരു വിഷയമാണ് ലോക്ക്ഡൗണിലേക്ക് പോകുമോ എന്നുള്ളത്. ഇപ്പോഴും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു സമ്പൂർണ്ണമായ അടച്ചിടലിലേക്ക് പോകുന്നില്ല. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ വരുന്ന 15 ദിവസത്തേക്ക് കലക്ടർമാർക്ക് പ്രത്യേകമായ അധികാരം നൽകിയിരിക്കുകയാണ്. വേണമെങ്കിൽ ജില്ലയിലെ സാഹചര്യം പരിശോധിച്ച് ജില്ലയിൽ സമ്പൂർണ്ണമായ നിരോധനാജ്ഞ കൊണ്ടുവരാൻ കലക്ടർമാർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. അവർ ഇത് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഏതാനും ജില്ലകൾ നിരോധനാജ്ഞ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രത്യേകമായ പശ്ചാത്തലം പരിശോധിക്കുകയാണ് എങ്കിൽ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമാണ് അതീവമായി കൊറോണ വ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ വരുന്ന 15 ദിവസത്തേക്ക് സമ്പൂർണ്ണമായ നിരോധനാജ്ഞ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിയന്ത്രണങ്ങളുള്ളത്. ഈ ഒരു രീതിയിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പശ്ചാത്തലം. വാക്സിനേഷൻ വളരെ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 45 വയസ്സ് പൂർത്തിയായ ആളുകൾ നിർബന്ധമായിട്ടും വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരളം എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നത് ഇന്നത്തെ യോഗത്തിലെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളും വീഡിയോകളും നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.